ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീക്കെൻഡില് ശരിക്കും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന രീതി ആയി പോയെന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കും അങ്ങനെ തോന്നിയത്. കാരണം മൊത്തത്തിൽ ഒരു തണുത്ത മട്ടിലായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ പോയത്. അതായത് പലതും നമ്മൾ സീരിയസ് ആയിട്ട് ചോദിക്കും എന്ന് കരുതിയ പല കാര്യങ്ങളും ഭയങ്കര കൂളായിട്ട് തമാശ രീതിയിലാണ് കേട്ടോ പോയത്. അതായത് ഇപ്പൊ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗിസേലിന്റെ ആണെങ്കിലും പിന്നെ അതേപോലെ അനുവിന്റെ ആണെങ്കിലും അതേപോലെ അനീഷ് ഷാനവാസിന്റെ അവരുടെ തോന്നുന്നു ഒരുവിധം കവർ ചെയ്ത് പോയത്. അതായത് നമ്മൾ ഏത് ടീമിനോടാണോ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ചോദിക്കൂന്ന് കരുതിയത് ആ ടീമിനോടൊക്കെ കുറച്ച് സപ്പോർട്ട് കൂടുതൽ കൊടുത്ത് സംസാരിക്കുന്ന പോലെയും എന്നാൽ തെറ്റ് ചെയ്തത് ചോദിച്ച ടീമിനോട് ഇത്തിരി ഒന്ന് ഫേവറിസം കാണിക്കുന്ന പോലെയാണെന്നാണ് പലരും കമന്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീക്കിൽ കുറച്ച് കാര്യങ്ങൾ നടന്നതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ഗിസൈലിന് ആള് നമ്മുടെ അനുവിനെ നല്ല രീതിയിൽ ഈ ബാഡ് വേർഡ് യൂസ് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പണിഷ്മെന്റ് കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല റൂൾ ബ്രേക്ക് ചെയ്തതിനും ഒരു പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് കുറെ ഫേവറിസം കാണിച്ച പോലെ തോന്നിയില്ലേ? അതേപോലെ തന്നെ ഇന്നത്തെ ഗെയിമില് അഭിലാഷും ആര്യനും തമ്മിലുള്ള ഗെയിമും ഗിസേലിന്റെയും ആര്യനും തമ്മിലുള്ള ഗെയിമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാര്യം അഭിലാഷിനോട് ആര്യൻ കാണിച്ച ഗെയിം മെത്തേഡ് തന്നെയാണോ ഗിസേലിനോട് കാണിച്ചത്? ഒരു വേർതിരിവ് തോന്നിയില്ല, ഒരു ഫെയർ ആയിട്ട് തോന്നിയില്ല. ഒരാളോട് മാത്രം ഒരു ഫേവറിറ്റിസം കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ആര്യൻ? ഞങ്ങൾക്ക് തോന്നിയിട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ നമ്മുടെ ബിഗ് ബോസ് സേവ് ചെയ്യായിരുന്നു ചെയ്തത്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ എന്നും പറഞ്ഞൊരു ടാസ്ക് കൊണ്ടുവന്നിട്ട് അത് പിന്നെ മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് അതായത് സേഫ് ആയിട്ടിരിക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ ബിഗ് ബോസ് സേവ് ചെയ്തിട്ട് ഇപ്പൊ ഗെയിം കളിച്ച് തുടങ്ങിയവരെയാണോ ഈ ഒരു എവിക്ഷനിൽ പുറത്തായത്? അതുപോലെ തന്നെ അപ്പാനിയും അനുവും തമ്മിലുള്ള കോൾഡ് വാർ ഈ വീക്ക് നമുക്ക് കാണാൻ പറ്റുമോ? അക്ബറും അപ്പാനിയും പ്ലാൻ ചെയ്തിട്ടാണോ അപ്പാനി ആര്യനോട് കിച്ചൺ ടീമിൽ കയറണം എന്ന രീതിയിൽ പറഞ്ഞത്? കാര്യം അനുവായിട്ട് ഒരു കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അപ്പൊ നമുക്ക് ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാവേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെ നടന്നെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് മസ്റ്റ് ആയിട്ടും വേണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് ഡേ 14 സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒരു നേവി ബ്ലൂ ഷർട്ടും മുണ്ടും എടുത്തുണ്ടാവുന്നു. പക്ഷെ ഇന്നത്തെ ഡ്രസ്സ് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല, അത്ര ഒരു കളർഫുൾ ആയിട്ട് തോന്നിയില്ല. ലാലേട്ടൻ കളർഫുൾ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് എല്ലാരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. എല്ലാരും കളർഫുൾ ആയിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നേരിട്ട് തന്നെ നമ്മുടെ കിച്ചണിലെ പ്രശ്നങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ കിച്ചണില് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ അനീഷും ബിന്നിയും തമ്മിൽ ചൂലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മള് ബിന്നി ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കംപ്ലൈന്റ് ആയിട്ടല്ല പറഞ്ഞതാണ് ബിന്നി ഇപ്പൊ പറയുന്നത്. പക്ഷെ അന്ന് അവിടെ ഇരുന്ന് വളരെ മോശമായിട്ടാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഇവർ ഷൗട്ട് ചെയ്യുമ്പോൾ തുപ്പല് വീഴത്തില്ലെന്ന് ബിന്നി ചോദിച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ ഷാനവാസിന്റെ തലയിലോട്ട് ബിന്നി ഇട്ടുകൊടുത്തത് പോലെ എനിക്ക് തോന്നി. അപ്പോ എന്താ നടന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ കിച്ചൺ ഒക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സന്തോഷമായിട്ട് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യാനുള്ള സ്ഥലമല്ലേ, അവിടെ ഇപ്പൊ അടി നടന്നല്ലോ. അപ്പം ഒരാൾ പറയുന്നു ആരും കിച്ചണിലേക്ക് കയറരുതെന്ന് പറയുന്നു. അപ്പൊ എന്താണ് എന്ന് ചോദിച്ചിട്ട് കിച്ചൺ ടീമിനെ എണീറ്റ് നിർത്തി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന നമ്മുടെ അക്ബർ, ഗിസൈൽ, ആര്യൻ, പിന്നെ നമ്മുടെ അനീഷും ആയിരുന്നു കേട്ടോ. പിന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവര് ഇത്രയും പേരാണെന്നാണ് തോട്ടയുടെ ഓർമ്മ, എന്റെ ഒരു ഓർമ്മ. അപ്പോ ഇവരോട് നിർത്തി ചോദിക്കുമ്പോ നമ്മുടെ അനീഷ് എണീച്ച് പറയുന്നുണ്ട്, എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാണ്, കിച്ചണിൽ ആരും കയറരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ബിന്നി പറഞ്ഞല്ലോ ഹൈജീനിക്കിന്റെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഷാനവാസ് എണീച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് ഹൈജീനിക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിൻസ് കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് ചോദിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അത് കംപ്ലൈന്റ് ആയിട്ടല്ല പറഞ്ഞത്, അവിടെ ഒരു ചൂല് കിടക്കുന്ന കാര്യം ഞാൻ നോർമലി വന്ന അനീഷിനോട് പയ്യെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ അനീഷ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കിച്ചണിൽ ഒരു ചൂല് ഓൾറെഡി കിടന്നു, അപ്പൊ അവിടെ നിറയെ ഉറുമ്പുണ്ടായിരുന്നു. അങ്ങനെ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ആ ചൂലെടുത്ത് മാക്സിമം ഉറുമ്പിനെ കൊന്നു, എന്നിട്ട് അത് അവിടെ ഇട്ടിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോ ഒണിയൽ പറയുന്നുണ്ടായിരുന്നു ഇത് എന്താ ഇങ്ങനെ ഉറുമ്പ് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടീമും നമ്മുടെ അതേപോലെ തന്നെ വെസൽ ടീമും തമ്മിൽ ഒരു കോർഡിനേഷൻ വേണം, എങ്കിലേ അത് നടക്കൂ. കാരണം ഈ കിച്ചൺ ടീമിലുള്ളവരൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇടുമ്പോഴും, പിന്നെ അതേപോലെ ഈ ചായപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിവാതൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഉറുമ്പും ഈച്ചയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ അവിടെ വരത്തില്ല. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെവിൻ ആയിരുന്നു വെസൽ ടീമിലെ ക്യാപ്റ്റൻ. നെവിൻ കഴുകത്തില്ല, പാത്രം എടുത്തോണ്ട് പോകത്തില്ല എന്നുള്ള സ്റ്റാൻഡിലൊക്കെയാണ് നിൽക്കുന്നത്. അതേ നെവിൻ ക്യാപ്റ്റനായിട്ട് ഇരിക്കെ ഒന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുമില്ല, നെവിനായിട്ടൊന്നും ചെയ്യുന്നുമില്ല. ആ ഒരു കോർഡിനേഷൻ കുറവും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടിടത്തും ക്യാപ്റ്റന്മാരെ കണക്കായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതെ. അപ്പൊ നമ്മുടെ അനീഷ് ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പം ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബിന്നി പറയുന്നത് എന്താന്ന് വെച്ചാൽ ചൂലിന്റെ പ്രശ്നത്തില് ചൂല് നമ്മുടെ ഈ ബാത്റൂമിന്റെ ആ ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ചൂലാണ്, ഒരു ചൂലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അനീഷ് പറഞ്ഞ പുൽച്ചൂല ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, ഫ്ലോറ് തുടച്ചത് എന്നിട്ട് അവിടെ തന്നെയായി ഇട്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ബിന്നി പറഞ്ഞത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ആ ചൂല് വെച്ചിട്ട് തൂത്തൂന്ന, പാതാമ്പുറം ഒക്കെ തൂത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ അനീഷ് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ അവിടെ ഉറുമ്പിനെ കൊന്നു, അത് ചിലപ്പോ ഈ കൗണ്ടർ ടോപ്പിലുള്ളതായിരിക്കും. പക്ഷെ ഇതൊന്നുണ്ട്, ഈ അനീഷ് ഈ ചൂലെടുത്തോണ്ട് പോവാൻ ബിന്നിയെടുത്ത് പറയുമ്പോ ബിന്നിക്ക് അത് വയ്യ. ഈ വൃത്തിയുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ ബിന്നിയുടെ ഭാഗത്തൊന്നും വരുന്നുള്ളൂ, അല്ല വേറൊന്നും കാണുന്നില്ല. അതായത് അതെടുത്തോണ്ട് പോയിട്ട് ആ പ്രശ്നം തീരും, അതിന് പിന്നെയും നോക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കിച്ചണിൽ തുപ്പല് വീഴുന്നതിനെ പറ്റി, ഫുഡ് ഉണ്ടാക്കുമ്പോൾ തുപ്പല് വീഴുന്നതിനെ പറ്റി എന്താണ് പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്ബർ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് നോർമലി വീടുകളിൽ നിൽക്കുന്ന പോലെ സംസാരിച്ചൊക്കെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അങ്ങനെ അതുകൊണ്ടേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ എങ്ങനെ ഭയങ്കരമായിട്ട് തുപ്പല് വീഴുന്ന അങ്ങനെയൊന്നും ഇല്ല, അതിനാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷാനവാസ് എണീറ്റ് പറയുന്നുണ്ട്, ബിന്നി ഇതണക്ക് വന്നിട്ട് ഒരു കംപ്ലൈന്റ് പോലെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവര് സംസാരിക്കുമ്പോൾ തുപ്പല്, അതുമല്ല നോർമലി സംസാരമല്ല അവിടെ ഒരു വഴക്കടക്കമായിരുന്നു, ഇങ്ങനെ വഴക്ക് ഭയങ്കരമായിട്ട് ചവിട്ടൊക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ തുപ്പല് വീഴും, അങ്ങനെ ബിന്നി പറഞ്ഞായിരുന്നു ഈ വഴക്കിടുമ്പോ ഈ തുപ്പലൊക്കെ വീഴും ഫുഡ് ഉണ്ടാക്കുമ്പോ എന്ന് പറയുന്ന ഉടനെ ബിന്നി എണീറ്റ് പറയുന്നുണ്ട്, ഞാൻ കംപ്ലൈന്റ് ആയിട്ടൊന്നും അല്ല പറഞ്ഞ, അല്ലാതെ അല്ല പറഞ്ഞെന്ന്. നമ്മളെല്ലാരും കണ്ടതാണ്, ബിന്നി അത് അങ്ങനെ പറയുന്ന ഒരു കംപ്ലൈന്റ് പോലെ തന്നെയാണ് പറയുന്നത്. പിന്നീട് ഇതിപ്പം ഷാനവാസ് കംപ്ലൈന്റ് അല്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും പിന്നീട് ബിന്നിക്ക് വേണമെങ്കിൽ അത് കംപ്ലൈന്റ് ആണ് പറഞ്ഞെന്ന് ആക്കാം. അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ, ഇവിടെ ഈ ഷാനവാസ് എല്ലാരും കൂടി ഇരിക്കുമ്പോൾ അവിടെ കിച്ചണില് വഴക്ക് നടക്കുമ്പോൾ ബിന്നി അവിടെ ഇത് എന്തുവാ ഇത് എല്ലാവരും കൂടെ സംസാരിച്ചോണ്ട് ആ തുപ്പലൊക്കെ ഫുഡില് വീണിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിപ്പോ മാറ്റി പറയുന്നത് ഇനി നല്ല ഗെയിം ആട്ടോ കഴിക്കുന്നത് ഇടയിൽ കൂടെ എന്നിട്ട് എന്തായാലും നല്ല ഗെയിമാണ്. പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാവുകയും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുത്തൂല്ല ഇങ്ങനെ ഗെയിം കളിച്ച്. അപ്പൊ ഷാനവാസ് അത് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് കംപ്ലൈന്റ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഫോർവേഡ് ചെയ്തേ പറ്റത്തുള്ളൂ, അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, നാട്ടിലൊക്കെ നമ്മളിങ്ങനെ നോർമൽ കുക്ക് ചെയ്ത് സംസാരിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിന്നിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ, അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ പറയുന്നുണ്ട് ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും നാട്ടില് നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ അല്ല, ഇവിടെ ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ എന്നിട്ട് നമ്മുടെ ഗിസേലിനോട് ചോദിക്കുന്നുണ്ട്, കാരണം ഒരു കംപ്ലൈന്റ് വന്നല്ലോ ഗിസേൽ മാത്രം സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലോ എന്ന് സരിക പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ സരിക പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഗോതമ്പ് ദോശയിൽ ഉപ്പിട്ട് പഞ്ചസാര ഇട്ടിട്ടൊക്കെ തന്നിട്ട് ഗിസേൽ അതില് പൊട്ടറ്റോ ഒക്കെ, അതായത് ആലു പൊറോട്ട മാതിരി ചെയ്തിട്ട് കഴിക്കൂല്ലോ. അതിൽ ഗിസേൽ പറയുന്നത് പുള്ളിക്കാരി മധുരം ഒന്നും കഴിക്കത്തില്ല, ഏതൊക്കെയോ ഫുഡ് പുള്ളിക്കാരി കഴിക്കത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് കഴിച്ചേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം സരിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൂടി കിട്ടിയാൽ കൊള്ളാം, പകരം എല്ലാവർക്കും കൂടി കിട്ടിയാൽ കൊള്ളാം, അത് ശരിയാണ്. അപ്പൊ അവരങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ചു പേർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആ ഒരു പ്രശ്നം ഇല്ലാതാവും അതവിടെ. അതെ. അപ്പൊ അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് ചോറ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിഷയം ആക്കിയല്ലോ. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഫുഡ് എടുത്ത് കളഞ്ഞത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ടായിരുന്നു, ചോറ് എല്ലാവർക്കും ആക്കി കൊടുത്തപ്പോ 2 സ്പൂൺ മാത്രം വെച്ചിട്ടാ ചോറ് കൊടുത്തത്, അപ്പൊ കുറച്ചും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെ വേണമെങ്കിൽ അവരെടുത്തോളൂ എന്ന് അനീഷ് പറഞ്ഞു. 2 സ്പൂൺ കൊടുത്തെന്ന് പറഞ്ഞത്. പിന്നെ ഒരു 4 പേർക്കുള്ള ചോറ് എന്തോ ബാക്കി ഉണ്ടായിരുന്നു എന്ന്.
പക്ഷെ അത് അനീഷ് കൊടുത്തില്ല, പിന്നീട് അത് എടുത്ത് കളയാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അനീഷ് അന്ന് നമുക്ക് ഇത് എപ്പിസോഡിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു, പക്ഷെ അനീഷ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലാരിഫൈ ചെയ്തു കേട്ടോ. അപ്പൊ അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് പുതിയ കിച്ചൺ ടീം വന്നപ്പോൾ എത്ര അരി ഇട്ടിട്ടാണ് ചോറ് വെക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അവരോട് പോയി ചോദിച്ചപ്പോ 10 ഗ്ലാസ് ഇട്ട് വെക്കാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു പാത്രത്തില്, ചോറ് വെക്കുന്ന പാത്രത്തില് 10 ഗ്ലാസ്, അതൊരു 4 ഗ്ലാസ് ഇട്ടാൽ തന്നെ അത് ഫുള്ള് ആയി, അതായത് നിറഞ്ഞു വരും. അപ്പോ ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ട് ചോറ് കരിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസം 4 ഗ്ലാസ് ഇട്ട് വെച്ചപ്പോഴും അത് കുറച്ചൊന്ന് കരിഞ്ഞു. അപ്പം ഈ ഫുഡ് കൊടുക്കുമല്ലോ, കൊടുക്കുമ്പോഴത്തേക്ക് എത്ര ഉണ്ടാവും എന്ന് അറിയില്ല. അപ്പൊ കാരണം ക്വാണ്ടിറ്റി കുറച്ചാണ് ഇവര് ഫുഡ് വെച്ചത്, എല്ലാവർക്കും തികയുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഫുഡ് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കണ്ട, 2 സ്പൂൺ വെച്ച് കൊടുത്താൽ മതി എന്ന് എഴുതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് തന്നെ വീട്ടില് ചോറ് വെക്കുകയാണെങ്കിൽ അറിയാം, ഈ അടിയിൽ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ആ മേളിലിരിക്കുന്ന ചോറിന് പ്രശ്നം കാണില്ല. പക്ഷെ ഒരു പകുതിയൊക്കെ ആ പാത്രത്തിന്റെ സ്മെല്ല് വരാൻ തുടങ്ങും. മാത്രമല്ല അനീഷ് പറയുന്നുണ്ട്, അത് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു കുഴഞ്ഞും പോയി, അതേപോലെ തന്നെ അടിയിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി എന്ന് പറയുന്നു. അതായത് നമ്മുടെ നോർമൽ റേഷനറി അല്ലെന്ന് തോന്നിട്ട് ഇവര് റേഷനറി അല്ല, നമ്മുടെ വട്ടയരി അല്ലെന്ന് തോന്നി, ഇവര് പൊന്നിയരി ഇട്ടാണ് വെച്ചത്. അപ്പൊ അതാകുമ്പോൾ ഉള്ളൊരു കാര്യമാണ്, വേവ് പെട്ടെന്ന് വേവ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ കുഴഞ്ഞും പോകും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ അതാ പറ്റിയതെന്ന് തോന്നുന്നു. അപ്പൊ ഷാനവാസ് അങ്ങോട്ട് കംപ്ലൈന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോറിൽ നിന്ന് നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കളയാൻ പറഞ്ഞെന്ന് പറഞ്ഞേ. അതായത് അനീഷ് ഇത് അന്ന് പറഞ്ഞില്ല, ഇതിപ്പോ ലാലേട്ടന്റെ മുമ്പിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അന്ന് ചുമ്മാ ഒരു കാര്യം തന്നെ 100 വട്ടം പറഞ്ഞു, ഇത്രയും പോയിന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ല. അനീഷിന്റെ ഒരു കുഴപ്പം, അപ്പൊ പറയാണ്ടത് എങ്ങനെയൊക്കെ പറയണമെന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം. അത് വഴക്കിടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അവരെ അതിന് വേറൊരു കാര്യമുണ്ട്, അനീഷിന് പറയാൻ ഇവരാരും സ്പേസ് കൊടുത്തിട്ടില്ലല്ലോ. കിട്ടുന്ന സ്പേസിൽ പുള്ളിക്കാരൻ പറയുന്നത് എന്തുവാ, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, അതൊരു 10 വട്ടം. അല്ലെങ്കിൽ തോന്നുന്നുണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്താൽ അവരത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ കിച്ചൺ ടീമിന് അറിയാവുന്ന കാര്യം തന്നെ ആണല്ലോ ഇതൊക്കെ. പക്ഷെ അവിടെ ആർക്കും ഒരു ലൈവില് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അനീഷിന്റെ ഭാഗത്താണ് ശരിയെന്ന് അന്നത്തെ ഈ ചോറ് കളയുന്ന കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കളയുന്ന പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. പിന്നെ സ്മെല്ല് വന്നിട്ട് എന്ത് ചെയ്യാൻ, സ്മെല്ല് വന്ന ചോറ്, അതെ സ്മെല്ല് വന്ന ഒരു ബൗള് ചോറ്, ഒരു ചെറിയൊരു ബൗള് ചോറുണ്ടായിരുന്നു, അതിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പോ അതങ്ങനെയാണ് നമ്മൾ കിച്ചണിൽ പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ ചോറ് വെക്കുന്നതില്ല. ഞാനൊക്കെ ഫസ്റ്റ് ടൈം കിച്ചണിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ഈ യൂട്യൂബിൽ അന്ന് ഒരു 5-6 വർഷം മുന്നേ കേട്ടോ, ഈ യൂട്യൂബില് ചോറ് എങ്ങനെയാ വെക്കുന്നതെന്നുള്ള വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഒരാളെ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നെന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ 5-6 ഗ്ലാസ് ഒക്കെ ഇട്ട് വെക്കും. കാരണം ഇത് വീർത്ത് വരും എന്നുള്ള കാര്യം ചിലർക്ക് ഫസ്റ്റ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല. അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്, അങ്ങനെ പറ്റിയതായിരിക്കും. ഇവർക്കൊന്നും അത് കുക്കിംഗിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് ഇത്തവണ കുക്കിംഗ് ടീം ആയേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അനീഷ് ന്യായീകരണം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പറയാൻ നോക്കിയപ്പോ ഗിസയിലൊക്കെ വഴക്കിട്ടു, അങ്ങനെ ലാലേട്ടൻ ഗിസയിൽ നമ്മുടെ ആര്യനും പറയുന്നുണ്ട് ഈ ഭയങ്കര കുറവാണ് ചോറ്, നമുക്ക് റേഷനൊക്കെ തന്നെ നോക്കിയും കണ്ടുമൊക്കെ തരുന്നതെന്ന് പറയുമ്പോഴും നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ കിച്ചൺ ടീം ശ്രദ്ധിക്കുക, കാരണം റേഷനൊക്കെ കുറവാണെന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടു. അത് കഴിഞ്ഞിട്ടാണ് അനീഷ് പറഞ്ഞത്, നമ്മൾ ഗിസയിലിനോട് പറഞ്ഞായിരുന്നു. അതെ അപ്പൊ ഗിസയിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് അനീഷ് പറഞ്ഞത്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു ഗിസയിൽ പൊട്ടിത്തെറിച്ചോ എന്ന് ചോദിച്ചപ്പോ, അപ്പൊ ഗിസയിലല്ല അക്ബറാണ് അത് വഴക്കിട്ടത് ആ പേരും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കൊടുത്തായിരുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കിച്ചൺ ടീമിൽ ഫുഡ് ഭയങ്കര കുറവാണ്, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതായത് പൊട്ടറ്റോ രാത്രി ഫ്രൈ ചെയ്ത് കഴിക്കുക, നമ്മുടെ നെവിനെയാണ് കേട്ടോ പറയണേ. അതേപോലെ തന്നെ ടൊമാറ്റോ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, കഴിഞ്ഞ റിവ്യൂ പറഞ്ഞായിരുന്നു, നെവിന്റെ ഒരാഴ്ച ഓടും, അടുത്ത ആഴ്ച തൊട്ട് ഇത് സീനാവും നമ്മൾ പറഞ്ഞു. അത് കണക്ക് തന്നെ ഈ ആഴ്ച സീനായിട്ടുണ്ട്. അതേപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് 14 വട്ടമാണ് ബിഗ് ബോസിന് ഓരോ കാര്യങ്ങൾ എല്ലാവരോടുമായിട്ട് അനൗൺസ് ചെയ്യേണ്ടി വന്നത്. ഇനി അങ്ങനെ ഉണ്ടാവരുത്, ഇതൊരു ഗെയിം ഷോ ആണ്, ഇനി ഇതേപോലൊക്കെ ഉണ്ടായ കറക്റ്റ് വാർണിംഗ് എടുക്കൂന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാവർക്കും ഒരു വിത്തിൻ ദ ലിമിറ്റ്സ്, അതിനുള്ളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുക, അത് ലാസ്റ്റ് വാണിംഗ് എന്ന് നല്ല കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും കുക്കിംഗ് ടീം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അഭിലാഷൊക്കെ എന്നിട്ടിരുന്ന നല്ലതായിരുന്നു, 4 പേർക്കും കുക്കിംഗ് അറിയില്ലെന്ന് പറഞ്ഞു. വേറൊരാൾ അവിടെ ഇരുന്ന് ഭയങ്കര ആവേശത്തിൽ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, നല്ല അടിപൊളിയാണ്. ഒരു വോയിസ് മാത്രം കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല കേട്ടോ. നോക്കിയപ്പോ ആരാ
അതെ, ഇത്രയും അവിടെ കിടന്ന കിച്ചൺ ടീമിൽ പ്രശ്നങ്ങളായി വഴക്കുണ്ടാക്കി ഇത്രയും പ്രശ്നമാക്കി ആളാണ് കിച്ചൺ ടീം സൂപ്പർ സൂപ്പർ നല്ല അതായത് ഗിസേലിന് പ്രൊമോഷൻ അകത്തുനിന്ന് തന്നെ ഉണ്ട്, വെളിയിൽ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. യോണിയലൊക്കെ നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ എപ്പോഴേ പുറത്തു പോകുന്ന ഗിസേലിന് ഇങ്ങനെ താങ്ങി നടന്നു കഴിഞ്ഞാൽ വേഗം പുറത്തു വരാം. കാരണം കുറെ പേര് പറയുന്നുണ്ട് കൊണ്ടുപോയ ആൾ എന്തിനാണോ തിരിച്ചു കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ ചോദ്യം വരുന്നുണ്ട്. ഫോട്ടോയിൽ കൊണ്ടുവരാൻ അങ്ങനെ മതിയായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയാം. അതെ, അപ്പൊ പിന്നെ രണ്ടുപേരെ സേവ് ചെയ്തു. ഫസ്റ്റ് സേവ് ചെയ്ത നമ്മുടെ ഷാനവാസിനാണ്, പിന്നെ ആര്യനെയും സേവ് ചെയ്തു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറിയെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പം ഓരോരുത്തരടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഓരോ കടമകൾ കഴിഞ്ഞിട്ട് ഓരോരുത്തർ വന്നു, ഇപ്പൊ നല്ല രീതിയിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ലാലേട്ടന് ഒരു വിഷമം കാണും കേട്ടോ, എന്താന്നറിയോ? പറ എന്താന്ന് ഇത്തവണ. പക്ഷെ ആ സന ഇല്ലാത്തത്, സനയെ പോലെ ഒരു ക്യാരക്ടർ ഇല്ലാത്തത് ലാലേട്ടൻ നല്ല വിഷമം. ഇനി എത്ര 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 ബിഗ് ബോസുകൾ വന്നാലും, ഇനി എത്ര അതായത് എത്ര ലാംഗ്വേജിൽ വന്നാലും നമ്മുടെ സനയുടെ അതൊരു അതിനൊരു ഒരു കഥ പോലെയൊക്കെ ഇറക്കിയായിരുന്നു ഷോർട്സ്, അതൊക്കെ സൂപ്പർ ആയിരുന്നു കാണാൻ. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ അനിയൻ മുതൽ വിചാരിക്കും എന്റെ പൊന്നെ ഈ വെട്ടോ ഇതിപ്പോ എല്ലാ ലൈഫ് സ്റ്റോറി എല്ലാ സീസൺ വരുമ്പോഴും നമ്മൾ അനിയൻ മുതനെ ഓർക്കും കേട്ടോ. അതായത് ഏതോ ഒരു ഇതില് നമ്മുടെ ദിലീപ് പറയലു ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. അത് കഥ നടന്നുകൊണ്ടിരിക്കും, ഇവിടെ ചിലര് അതങ്ങ് വിശ്വസിച്ച് കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു കേട്ടോ, കാരണം എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, ഞാനത് വിശ്വസിച്ചു. കാരണം ഇങ്ങനെയൊക്കെ വന്നിന്ന് ഒരാൾ തള്ളുവോ? എന്തായാലും രസമായിരുന്നു അത്. കഴിഞ്ഞ ദിവസം അങ്ങനെ കുറെ കോമഡികളും തഗ്ഗും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മള് റിവ്യൂ ചെയ്യേണ്ടതായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പറയാം. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ എണ്ണിക്കാൻ പറയുമ്പോഴത്തേക്ക് 3 പേരെ എണ്ണിക്കുന്നുണ്ട് കേട്ടോ. നെവിൻ എണ്ണിക്കുന്നുണ്ട്, ഷാനവാസ് എണ്ണിക്കുന്നുണ്ട്, പിന്നെ ആരൊരാളെ എണ്ണിക്കുന്നത് അല്ല അനീഷ്. അതെ, അപ്പോ ഈ ഷാനവാസ് പറയുന്നുണ്ട് ഫസ്റ്റ് ക്യാപ്റ്റൻ കഴിഞ്ഞ സമയത്ത് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോ അനീഷ് എന്ന് പറഞ്ഞത് ഞാൻ ആ ക്യാപ്റ്റൻ ഞാൻ വിട്ടുതരില്ല, ഈ ആഴ്ച ഞാൻ തന്നെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അനീഷ് ഷാനവാസിന്റെ ബാക്കിൽ പോയിട്ട് വരും, ഞാനും ഇപ്പോഴും ഞാൻ തന്നെയാ ക്യാപ്റ്റൻ, നീയൊന്നും അല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, അപ്പം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്ത ഒരാഴ്ച ഒരാളല്ലേ ക്യാപ്റ്റൻ, ഒരാഴ്ച കുടുംബം മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ. അതെ, അപ്പൊ അനീഷ് പറഞ്ഞത് അത് എന്താന്ന് വെച്ചാൽ ചില കാര്യത്തിൽ ഷാനവാസ് ഇടപെടാറില്ലെന്ന് നമ്മുടെ അനീഷ് പറയാം. അതായത് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനെ പോലെ എനിക്ക് എല്ലാ കാര്യത്തിലും പോയി ഇതേപോലെ ഇടപെടാൻ പറ്റില്ല. അതെ, പിന്നെ അനീഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കയറി ഇടപെട്ട് പ്രശ്നം അങ്ങോട്ട് എന്തെങ്കിലും വഷളാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കും. അപ്പൊ നമ്മുടെ ലാലേട്ടനെ ചോദിക്കണ്ട ഈ നടക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് അനീഷ് പറയുന്നത് ചിലപ്പോ ഞാൻ എക്സസൈസ് ചെയ്യും, ചിലപ്പോ ഞാൻ റിലാക്സേഷനും നടക്കാറുണ്ട് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, പണി പാളിന്ന് അറിയുമ്പോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കും. അപ്പൊ ആരും ചോദിക്കൂലല്ലോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വെസൽ ക്ലീനിങ് അല്ലേ ഒന്നും ചെയ്തില്ലേന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രമൊക്കെ എടുത്ത് വെക്കുമായിരുന്നു, ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസോ, എല്ലാവരും ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു സംസാരമൊക്കെ അങ്ങ് പോയി കിട്ടോ. അതിനുശേഷം ക്യാപ്റ്റനെ പറ്റി എല്ലാവരുടെ ലാലേട്ടൻ ചോദിച്ചായിരുന്നു. അങ്ങനെ നെവിന്റെ അടുത്ത് ചോദിച്ചപ്പം ഭരണം ഷാനവാസ് എങ്കിലും ഡബിങ് അനീഷിന്റെ ആയിരുന്നു എന്നായിരുന്നു നെവിൻ പറഞ്ഞത്. നല്ലൊരു കമന്റ് ആയിരുന്നു അത് പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മുടെ ശരത്തിനോട് ചോദിച്ചു. അപ്പം ശരത്ത് പറഞ്ഞു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു, എല്ലാ പ്രശ്നത്തിലും എല്ലായിടത്തിലും ഇടപെട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റെന ഫാത്തിമ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ റെന ഫാത്തിമ എണീറ്റ് ക്യാപ്റ്റനോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് റെന ഫാത്തിമ പറയുന്നത് എന്താണ്, ക്യാപ്റ്റൻ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ബിഗ് ബോസ് കുറെ വട്ടം അനൗൺസ് ചെയ്തു, അതപ്പോ നല്ല ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു അപ്പൊ റെനയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു ക്യാപ്റ്റൻസി. അപ്പൊ റെന ഞാൻ എന്റെ 100% കൊടുക്കും ലാലേട്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് 100% കൊടുക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കില്ലല്ലോ, നമുക്ക് നമ്മുടെ മാക്സിമം ഒരു
10-20% ഒക്കെ നടക്കും. അങ്ങനെ 100% ഒരാളെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ട്രൈ ചെയ്യാനൊക്കെ എത്തുള്ളൂ, ഒരാളെ കൊണ്ട് ട്രൈ ചെയ്യാം 100%. പക്ഷേ അതിൽ 20% കൊടുക്കാൻ പറ്റും എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റൻസിയിൽ ഇപ്പോ ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയിൽ കണ്ട കുഴപ്പം എന്താണെന്ന് ചോദിച്ചപ്പോ രണ പറയുന്നത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എല്ലാരെയും ഒരുമിച്ച് ഒത്തുകൊണ്ടുപോകാൻ പറ്റാത്ത പോലെ തോന്നി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ അതിന് എല്ലാവരെയും പോവാനായിട്ട് നിങ്ങൾ നിന്നോ? നിങ്ങൾ ആരെങ്കിലും ഷാനവാസ് പറയുന്ന കേൾക്കാൻ നിന്നിട്ടില്ലല്ലോ, നിങ്ങളും തിരിച്ച് പ്രശ്നമല്ലേ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പണി പാളി എന്ന ആൾക്ക് മനസ്സിലായിട്ടോ. ഉടനെ അതെ 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 ലാലേട്ടാ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആള് മൊത്തത്തിൽ ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായി പറഞ്ഞ് മുന്നേറാൻ നോക്കിയതാണെങ്കിലും ആള് ആകെ ചമ്മിപ്പോയി. അങ്ങനെ ആളവിടെ ഇരുന്നു കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ ചോദിച്ചു, അക്ബറിന്റെ അടുത്ത് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്തായിരുന്നു എന്ന് അക്ബറേന്ന് ചോദിച്ചപ്പോഴത്തെ അക്ബർ എണീറ്റ്, ലാലേട്ടൻ പരമാവധി ഞാൻ ശ്രമിച്ചു, കുറെ പാട്ട് പാടി നോക്കി, ലാലേട്ടൻ തന്നെ കുറെ പാട്ട് പാടി നോക്കി, പിന്നെ അതേപോലെ തന്നെ പുറകുന്ന ഒരു ചപ്പാത്തിലെ ഹെയർ ഷേപ്പ് ചെയ്തു നോക്കി എന്നൊക്കെ വെച്ച്, എന്നാലും ആള് ക്ഷമിച്ചില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ രേണു സുധി എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും കുറെ ഈ സുധി ചേട്ടൻ മരിച്ചതിന് ശേഷം കുറെ ഞാൻ ഈ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്, അത് സൈബർ അറ്റാക്ക് ഒക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല എന്ന രീതിയിൽ. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, അങ്ങനെ ആർക്കും ക്ഷമിച്ചു കൊടുക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അക്ബറിന് എന്ത് തോന്നുന്നു ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ കാണും, കുറെ പേരുണ്ടല്ലോ ലാലേട്ടൻ എതിരെ, അപ്പൊ പറഞ്ഞ കാണുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ രേണു സുധി അടുത്ത് ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഇല്ല എന്ന തലയാട്ടോ ഒരു ഇല്ല എന്ന രീതിയിൽ പറയാൻ പോവായിരുന്നു. അപ്പൊ അടുത്ത തന്നെ ഇരിപ്പുണ്ടല്ലോ എന്ന് ലാലേട്ടൻ പറഞ്ഞു. ആരാ? നമ്മുടെ ശാരിക എണീറ്റ് പറഞ്ഞ്, ഞാൻ അങ്ങനെ ഹൃദയത്തിൽ തോന്നുന്നത് രേണുവിന് ചെയ്യാൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചു, അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഹൃദയത്തിൽ തുറന്നെന്ന് പറഞ്ഞാണ്, അത് ഒട്ടും ക്ഷമിച്ചു കൊടുക്കരുത് എന്നാണല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ശാരിക മിണ്ടാട്ടം മുട്ടി പോയി ആളുടെ. അതെ. അപ്പൊ രേണു എണീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു കേട്ടോ, ഈ അക്ബർ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ദേവി എന്നുള്ള വല്ലാതായി പോയോ ആ പാട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ രേണുവിന്റെ പാട്ടുകാരനാണല്ലോ. നമ്മള് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖം. അതെ. അപ്പൊ ആള് പാടി പുറകെ കിടക്കുന്ന വീഡിയോ കാണിച്ചു. പിന്നെ രണ്ടാമത് നമ്മുടെ ഹെയർ ഷേപ്പ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കേട്ടു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞത് രേണു അപ്പൊ ഞാൻ ഇത്രയും ബിൽഡപ്പ് കാണിച്ചത് അത് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ. ലാലേട്ടാ ഞാൻ ക്ഷമിച്ചു, ക്ഷമിക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞു കേട്ടോ, ക്ഷമിക്കുന്നതിന് സോറി ഒരാൾക്ക് ക്ഷമ കൊടുക്കുന്ന പറഞ്ഞ ഭയങ്കര മനസ്സ് വേണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കിട്ടിയപ്പോഴേ ഒന്ന് ദൈവികമാക്കാൻ നോക്കിയതായിരിക്കും ആള്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഞാൻ ക്ഷമിച്ചില്ല പ്രേക്ഷകർക്ക് വേണ്ടി. ഈ വേദിയിൽ ഞാൻ പറയുന്നു ലാലേട്ടാ ഞാൻ ക്ഷമിച്ചു, ഞാൻ അക്ബറിനോട് ക്ഷമിച്ചു. പക്ഷെ ഇനി ഇതേപോലത്തെ ഓരോന്നും പറഞ്ഞിട്ട് ആരെയും വേദനിപ്പിക്കരുത് കേട്ടോ. അപ്പൊ അക്ബർ ഇനി ഞാൻ ഒരാളെയും എന്റെ ജീവിതത്തിൽ ഇതേപോലെ പറയില്ല അക്ബർ പാട്ട് പാടി കൊടുത്ത് എന്ത് വർക്കാണ്. അതെ. പിന്നീടാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കേട്ടോ നടക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്കില് 3 പേരാണ് ഉള്ളത്. നമ്മുടെ ആര്യനും പിന്നെ അഭിലാഷും പിന്നെ ഗിസയിലും ആണ് കേട്ടോ ക്യാപ്റ്റൻസി ടാസ്കിലുള്ളത്. അപ്പൊ സൈക്കിൾ യജ്ഞം എന്ന ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ മൂന്നാമത്തെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനുള്ളതാണ്. അതിന്റെ റൂൾസ് എന്ന് പറയുന്നത്, വൃത്താകൃതിയിലുള്ള ട്രാക്കിൽ കൂടി സൈക്കിൾ ഓടിച്ച് എതിരാളികളെ വൃത്തത്തിന് പുറത്താക്കുക എന്നതാണ് ടാസ്ക്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വലിയ വൃത്തവും ചെറിയ വൃത്തവും ഉണ്ടാവും. അതിന് ഇടയിലുള്ള സ്പേസിലാണ് സൈക്കിൾ ചവിട്ടേണ്ടത്. ട്രാക്കിൽ 3 പേരും 3 സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടാവും. ബസർ ടു ബസർ ഉള്ളിൽ എതിരാളികളെ പുറത്താക്കുക. 2 റൗണ്ട് ആണ് ഉള്ളത്. ഒരു വ്യക്തി പുറത്താവുമ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിയും. രണ്ടാമത്തെ റൗണ്ടിൽ ട്രാക്കിന് പുറത്ത് ആകാതെ നിൽക്കുന്ന ആളാണ് ജയിക്കുന്നത്. ഇതാണ് ക്യാപ്റ്റൻസി ടാസ്ക്. പക്ഷെ ഇതില് എല്ലാവരും കമന്റ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ അഭിലാഷിന് സൈക്കിള് ചവിട്ടാതും കുറഞ്ഞ സ്പേസിൽ സൈക്കിള് ചവിട്ടുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് അപ്പൊ ടാസ്ക് വേറെ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ജെൻഡറിന്റെ പേരിലോ ഇങ്ങനെ ഒരാളുടെ ഒരു ഇഷ്യൂവിന്റെ പേരിലോ ഒന്നും ടാസ്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ടാസ്ക് അല്ലെങ്കിൽ വേറൊരു ടാസ്കില് അഭിലാഷിന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ടാസ്കുകൾ വരുമായിരിക്കും. അഭിലാഷ് നല്ല രീതിയിൽ ഗെയിം സ്പിരിറ്റോടെ തന്നെ ഗെയിം കളിച്ചിട്ടു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇനി വരുന്ന ഗെയിം ഓടുന്നതും ചാടുന്നതും എല്ലാം കാണും. ചിലപ്പോൾ ഒരു കയറി ചവിട്ടി പോകുന്നതോ പക്ഷെ നമുക്ക് ഒരു ആളെ വ്യക്തി വെച്ചാൽ അങ്ങനെ മാറ്റി നിർത്താനും പറ്റത്തില്ല. അതെല്ലാം പുള്ളിക്കാരനും നല്ല അവയറുണ്ട് അതിനെ പറ്റി.
അപ്പൊ പിന്നെ അത് ഓർത്ത് നമ്മളത് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗെയിം കളിക്കാൻ തന്നെ ആളും വന്നേക്കുന്നത്, ആള് ക്രിക്കറ്റ് വരെ കളിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട്. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. ഡാൻസ് ഒക്കെ എന്ത് നന്നായിട്ടാ ചെയ്യണേ. അപ്പൊ അത് മൈൻഡിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ ഒരു ഗെയിമില് ഇവര് 3 പേരും കൂടെ പോയപ്പോ കുറച്ച് വെച്ചിട്ട് ഇവർക്ക് ഭയങ്കര ചെറിയൊരു സ്പേസിലൂടെ സൈക്കിൾ ഓട്ടിക്കാൻ, അതായത് ചെറിയ സൈക്കിളാണ്, ഇവർക്ക് ഹൈറ്റിനൊട്ടും പറ്റുന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അഭിലാഷ് മാക്സിമം എഫേർട്ട് എടുത്തു. പിന്നെ ഒരിടത്ത് വന്നപ്പോ നിന്നപ്പോഴേക്കും നമ്മുടെ ആര്യൻ ജസ്റ്റ് ഒന്ന് ചവിട്ടി, അപ്പൊ ആള് ട്രാക്കിന് പുറത്തു പോയി. അങ്ങനെ ആദ്യത്തെ റൗണ്ടില് അഭിലാഷ് പുറത്തുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ടില് രണ്ടുപേരും നല്ല രീതിക്ക് സ്പീഡിൽ ചവിട്ടിയായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഗിസേലിന്റെ പുറകെ ആര്യം വന്നപ്പോഴത്തേക്കും ചവിട്ടാൻ ഒരു മടി. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നില്ല. കാര്യം അഭിലാഷിനെ കണ്ടപ്പം തന്നെ ചവിട്ടി ഇടാമെങ്കിൽ പിന്നെ ഗിസേലിന് എന്തിനാണ് ഇത്ര ടൈം കൊടുത്തതെന്ന് മനസ്സിലായി. ഇനി എന്റർടൈൻ ആക്കാനാണോ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ആയതുമില്ല, ചവിട്ടിയൊന്നും ഇല്ല. ആള് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പോവാൻ പറഞ്ഞ്, എന്നിട്ടും സൈക്കിൾ മൂവ് ആവുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഈ ബാക്കിലത്തെ വീല് പൊക്കിയെടുത്ത് ആളെ മാറ്റുമായിരുന്നു. ഒന്ന് ഹെൽപ്പ്, അതായത് ഒന്ന് വീഴരുത്, ഒന്ന് വലിയ എഫേർട്ട് ഇല്ലാതെ പുറത്താക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെനിക്കത് ഫെയർ ആയിട്ട് തോന്നില്ല. സെയിം രീതിയിൽ കളിക്കണം, അല്ലെ സെയിം ഒപ്പോണന്റ് എന്ന രീതിയിൽ കളിക്കണം. അതായത് എനിക്ക് തോന്നുന്നത് ഗിസൈലിന്റെ ഒരു പപ്പറ്റായിട്ട് നമ്മുടെ ആര്യൻ മാറാതിരുന്നാൽ കൊള്ളാം. കാരണം ആള് നല്ല രീതിയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കൊരു മൈൻഡ് ഗെയിം എന്നുള്ളത് ഇല്ല കേട്ടോ. അപ്പോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആര്യൻ ടാസ്ക് മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിലും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു ഏരിയ ആണ്. ടാസ്കിൽ പെർഫോം ചെയ്താൽ വിന്നർ ആവാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതെ, ഗിസൈലിനെതിരെ സംസാരിക്കാൻ ഭയങ്കര മടിയാണ് നമ്മുടെ ആര്യന്. അത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടല്ലോ. അനുവിനെ സപ്പോർട്ട് ചെയ്ത് ആള് വോട്ട് ചെയ്തപ്പോൾ തന്നെ ഗിസൈൽ അതിനെ ചൂടായി ചോദിക്കുന്നു. ഇത് ബിഗ് ബോസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആര്യൻ ഒരിയാം. പക്ഷെ ആര്യൻ അതല്ല, തിന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. മാറി ഗെയിം കളിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതെനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല അക്കാര്യത്തില്, ഈ ടാസ്കിൽ. പക്ഷെ അഭിലാഷും ആര്യം വന്ന് ചവിട്ടിയിടേണ്ടി വന്നത് സോറി പോലെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഭിലാഷ് ആ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. അഭിലാഷിനും അങ്ങനെ ഇത് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഒരേപോലെ കളിച്ചില്ല എന്നൊരു തോന്നല്, അതേ ഉള്ളൂ എനിക്കൊരു പ്രശ്നം. ആരും ഗെയിം കളിപ്പിക്കുന്നില്ലെന്നല്ല, പക്ഷെ ഒരേ രീതി കാണിച്ചില്ല. രണ്ട് രീതിയിൽ ഇനി ഫ്രണ്ട് ആയോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അഭിലാഷും ഫ്രണ്ട് അല്ലേ, ആര്യന്റെ ഫ്രണ്ട് തന്നെ. അപ്പൊ പിന്നെ എനിക്ക് എന്താ കാര്യമൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ നെവിനെ വോൺ ചെയ്യുന്നുണ്ട്. ഇനി നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് തരുമെന്ന് പറയുന്നത്. നമ്മുടെ കിച്ചണിൽ ഫുഡൊക്കെ എടുത്തോണ്ട് പോകുന്നല്ലോ, അതിനെ വോൺ ചെയ്യുന്നുണ്ട്. പിന്നെ സേവ് ചെയ്തു, പിന്നെ കുറച്ചു പേരെയൊക്കെ സേവ് ചെയ്തു. അതിൽ ആദ്യം നൂറെ എല്ലാരെയും സേവ് ചെയ്തു. ലാസ്റ്റ് നമ്മുടെ ഷൈത്യയും ഗിസേലിനെയാണ് നിർത്തിയത്. അപ്പം ഗിസേലിനെ ഇരുത്തി എന്നിട്ട് ഷൈത്യ പോകുന്നതാണ് കേട്ടോ വിചാരിച്ചത്. ആള് നല്ല രീതിയിൽ കരയതൊക്കെ ഉണ്ടായിരുന്നു. അനു ഒന്ന് പേടിച്ച്. പക്ഷെ നോ എവിക്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാരും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമേ, ഈ ആൺകുട്ടികളൊക്കെ അവിടുത്തെ ഉള്ളവരും അതേപോലെ ചില ഗേൾസ് ഒക്കെ എന്താണ് വിചാരിച്ചേക്കണേ. നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നതല്ലെങ്കിൽ നിങ്ങൾ ആ കപ്പ് എടുത്ത് ഡയറക്റ്റ് ഗിസൈലിന് കൊടുത്തിട്ടൊന്ന് ഇറങ്ങിപ്പോയിട്ടാ. കാരണം ഗിസൈൽ സേവ്ഡ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ ഭയങ്കരമായ രീതിയിൽ കൈയടിക്കുന്ന കണ്ടു. അത് ഗിസൈലിന്റെ ഗെയിമാ. ഗിസൈൽ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ആള് നല്ലൊരു ഗെയിമറാ. പക്ഷേ ബാക്കിയുള്ളവരവിടെ ഗെയിം കളിക്കാനല്ലേ വന്നേക്കണേ, അതോ ഒരാളെ പൊക്കി പിടിക്കാനാണോ വന്നേക്കുന്നത്? കുറച്ചെങ്കിലും ഒന്ന് കോമൺ സെൻസ് വിചാരിച്ച് ചിന്തിച്ചൂടെ? നമ്മളെല്ലാരും പുറത്താക്കിയിട്ട് അവിടെ ഗെയിം കളിക്കാൻ വന്ന് നമ്മൾ കപ്പ് ഒരാക്കേ ഉള്ളൂ. അപ്പൊ അതിനായിട്ടല്ലേ വന്നേക്കുന്നത്. അല്ലാതെ എല്ലാരും കൂടെ കൈയടിച്ച് ഇത്രയ്ക്ക് സപ്പോർട്ട് ഗിസൈലിന് കൊടുത്ത് ഗിസൈലിനെ സേവ് ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ്. ഗിസൈൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും പണിയാവും. അപ്പൊ എല്ലാവരോടും നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പോയിട്ടോ. അപ്പൊ ലാലേട്ടൻ നമ്മളോട് പറയുന്നുണ്ട് അടുത്ത ആഴ്ച തൊട്ട് ടാസ്ക് ഇതിലും കഠിനമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ പോയി. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചത്. അതായത് ലാലേട്ടൻ പോയി കഴിഞ്ഞപ്പോ കാണിക്കുമ്പോ സീനിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശൈത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നു, പോകാത്തതിന് സന്തോഷിക്കുന്നു. പിന്നെ അതിന്റെ ഇടയിൽ നെവിനും ആര്യനും കൂടെ ഒക്കെ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് റൂമിൽ വരുമ്പോഴത്തേക്ക് ഷാനവാസ് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ നന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയും. അഭിലാഷ് കയറി വരുന്നത്, അപ്പം നീ പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നടക്കുന്നത് നമ്മുടെ അനുവും ശൈത്യമായിട്ടുള്ള ഒരു ടോക്കാണ്. അതെന്ന് പറയുന്നത് ശൈത്യ അടുത്ത് എല്ലാവരും പറഞ്ഞേക്കുന്നത് അനുവായിട്ട് എപ്പോഴും നടക്കരുത് എന്ന് മാറിയിക്കണം എന്നുള്ള രീതിയിലാണ് ശൈത്യ എടുത്ത് പറഞ്ഞേക്കുന്നത്. അത് അനുവിനോട് ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ നിനക്ക് തോന്നുന്നത് നീ ചെയ്, അങ്ങനെ നടക്കണമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ നടക്ക് എന്ന് അനു പറയുന്നുണ്ട്. പിന്നെ അപ്പാനോട് മിണ്ടാനും എടുക്കാനൊന്നും പറഞ്ഞു വരരുത്, അതൊന്നും എനിക്ക് താല്പര്യം. ചില വാക്കുകളൊക്കെ ഞാൻ കേട്ടു, അത്
എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല, അതുകൊണ്ട് എനിക്ക് മിണ്ടാൻ തോന്നത്തില്ല എന്ന രീതിയിൽ നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ശൈത്യ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. അത് ഇനിയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ. അതിനുശേഷം ആദിൽ എന്ന് പറയും അനുവായിട്ടൊക്കെ ഒരു ടോക്ക് നമ്മുടെ വാഷൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് അനു എല്ലാവരുടെ ചാരിക പറഞ്ഞ അനു ആരോടത്തും മിണ്ടുന്നില്ല എന്നൊക്കെ. അപ്പം അവർക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയട്ടെ, അല്ലാതെ അവിടെ എവിടെയും പറയണ്ട, എൻ്റെ അടുത്ത് അങ്ങ് ഡയറക്റ്റ് പറഞ്ഞുകൂടെ എന്ന രീതിയിൽ അനു സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിന്റെ ഇടയിൽ ഇപ്പുറത്ത് മാറി നിന്നിട്ട് നമ്മുടെ സരികയും കലാഭവൻ സരികയും ശൈത്യയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശൈത്യ പറയുന്നുണ്ട് ഞാൻ അവളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മിണ്ടണമെന്ന് പറയുന്നുണ്ട്, അവളുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവള് കേൾക്കുന്നില്ല. എനിക്ക് എല്ലാവരോടും മിണ്ടണമെന്നുണ്ട്, എനിക്ക് എല്ലാവരുടെ അടുത്തും മിണ്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള, പക്ഷെ ഇവള് ഇങ്ങനെ ഇത് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ മിണ്ടാൻ അങ്ങോട്ട് ഒക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ശൈത്യ പറയുന്നത്. ശൈത്യ ഒരു രണ്ട് രീതിയിൽ നിൽക്കുന്നുണ്ട്. ശൈത്യ അനുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. പക്ഷെ ശൈത്യ ഇവിടെ നിൽക്കുമ്പോൾ അനുവിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് അനു പറയുന്നതൊക്കെ ശൈത്യക്ക് ശരിയായിട്ട് തോന്നുന്നു എന്നുള്ള രീതിയിലാണ് അനുവിന്റെ അടുത്ത് സംസാരിച്ചത്. വീഡിയോ വന്നതിന് ശേഷം ആള് ചെറിയ രീതിയിൽ ട്രാക്ക് മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു. പിന്നെ അതേപോലെ തന്നെ കലാഭവൻ സരിക പറയുന്നുണ്ട് അനുവായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ന്യൂട്രൽ ആയിട്ട് ഇരിക്കണം, അവിടെയും പോയിരിക്കണം ഇവിടെയും പോയിരിക്കണം, അനുവിന്റെ അടുത്ത് ഇരിക്കണം, ഒറ്റയ്ക്ക് മാത്രമായിട്ട് ഇരിക്കരുത്, അപ്പൊ ഒരു സംസാരം വരും, നിങ്ങളൊരു ടീമാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ശൈത്യ അനു ഒരേ ഇതായിട്ടാണ് കൂട്ടത്തോളൂ, അത് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടത്തില്ല, എന്ത് തെറ്റ് വന്നാലും അങ്ങനെ കാണത്തോളൂ എന്ന രീതിയിൽ കലാഭവൻ സരിക ശൈത്യക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ശൈത്യ പറയുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ, പക്ഷെ അവള് മനസ്സിലാവുന്നില്ല, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവൾ ഒട്ടും മിണ്ടുന്നില്ല. ഇപ്പൊ അപ്പാനിയുടെ കേസാണെങ്കിലും കോംപ്രമൈസിനൊന്നും അവള് റെഡി ആവുന്നില്ല. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട്, കോംപ്രമൈസിന്റെ കാര്യമൊക്കെ അത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ശൈത്യ ഇച്ചിരി ഡബിൾ ഗെയിം കളിക്കുന്ന പോലെ. അതായത് നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ ഈ 2 വീക്കെൻഡ് എപ്പിസോഡിലും നിന്നിട്ട് ഇവരൊക്കെ വിചാരിക്കുന്നത് കൂടുതലും ഗിസൈലിന് ഫേവർ ആയിട്ടാണ് ലാലേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഗിസൈലിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്, അനു നെഗറ്റീവായി എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചേഞ്ച് എന്ന് എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നു. ഈ നമ്മുടെ ശൈത്യം മാത്രമല്ല നമ്മുടെ സരികയ്ക്കും ചെറിയൊരു ചേഞ്ച് തോന്നിയില്ല. അതായത് ഇന്ന് ഫുൾ ആൻഡ് ഫുള്ള് ഭയങ്കരമായ രീതിയിൽ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഇതുവരെ ഇല്ലാത്ത പോലെ ബാക്കി എല്ലാരും ഗിസൈലിനെ ഓൾറെഡി സപ്പോർട്ട് ഉണ്ട്, അതായത് കുറച്ച് ടീംസ്. പക്ഷെ എനിക്ക് ആദ്യം മുമ്പത്തെ പോലെ തന്നെ അവിടെ ഇവിടെ നിൽക്കുന്ന രീതിയിൽ സേഫ് ഗെയിം ആയിട്ട് കളിക്കുന്ന പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അനു ആ സ്റ്റാൻഡിൽ തന്നെ ഒരു മാറ്റവും ഇല്ല. പിന്നെ അനു കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അക്ബറും അപ്പാനിയും കൂടി ഇരിക്കുന്നത്. അപ്പൊ അപ്പാനി പറയുന്ന അനു ഭയങ്കര ഫേക്ക് ആണ്, പക്ഷെ നല്ല ഗെയിമറാണ്, പക്ഷെ ഭയങ്കര ഫേക്ക് ആണ്, അത് വെച്ച് നോക്കുമ്പോൾ രേണുസൂതിയൊക്കെ ചെറുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പൊ രേണുസൂതി ഫേക്ക് തന്നെയാണ് അവിടെ സംസാരം, അതേം കാട്ടി ഫേക്കാണ് അനു എന്നാണ് അപ്പാനി പറയുന്നത്. അക്ബർ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പിന്നെ എന്റെ ഇടയിൽ കൂടെ ഷാനവാസിനെ പറ്റി പറയുന്നത്, ഇടയിൽ കൂടെ ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട്, ഷാനവാസ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ഷാനവാസ് എന്തോ വലിയ സംഭവമാണ്, മിസ്റ്റർ പെർഫെക്റ്റ് ആണ്, സൂപ്പർ ഗെയിം ആണൊക്കെയാണ് അവൻ ധരിച്ചേക്കുന്നത് എന്നൊക്കെ രീതിയിലാണ് അക്ബറും അപ്പാനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വാഷിംഗ് ഏരിയയിൽ അനുവും ടീം, അവര് വാഷിംഗ് ടീം ആണല്ലോ, അപ്പൊ അവര് അതായത് അനുവും ആദിൽ നൂറയൊക്കെ ടീമുകൾ, നെവിനൊക്കെ വരുന്നത്, അപ്പൊ അവര് ആ ടീമുകൾ നേരെ കിച്ചൺ ടീമിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്, അവര് പ്ലാനും ഉണ്ട്, അത് ആര്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവര് പോകും എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്, എല്ലാവരും ഒരുമിച്ച് പോകും. അപ്പൊ നെവിനെ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു തർക്കം ചെറിയത് നടക്കുന്നുണ്ട്, കോമഡി ആയിട്ട് അനു കൊണ്ടുപോകത്ത കാര്യം നെവി ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അവരിപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട്, നേരത്തെ എണീക്കണം, നല്ല രീതിക്ക് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷാനവാസും സരികയും കൂടി ഒന്ന് സംസാരിക്കാം. അതായത് സരിക ഇവിടെ ഷാനവാസിനെയൊക്കെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കട്ടോ. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് എന്നോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് ആ രീതിയിൽ മാത്രമേ ഞാൻ നിങ്ങളോട് പെരുമാറുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സരിക പറയുന്നത് ഞാനിങ്ങനെ ആ ടീമുമായിട്ടൊക്കെ പോരുന്ന മിണ്ടിയാലും ചുമ്മാ ഗെയിം പ്ലാൻ അല്ല നോർമൽ സംസാരമേ ഉള്ളൂ, അല്ലാതെ വേറെ രീതിയിലൊന്നും പ്ലാൻ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് വേറെ രീതിയിൽ പ്ലാൻ ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇതൊരു ഗെയിം ആണല്ലോ, ഗെയിം കളിക്കാനാണല്ലോ വന്നത്. അനീഷ് ആളുടെ മനസ്സിലുള്ളത്, അതായത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ആരുമായിട്ടും ഞാൻ ഒരു ബന്ധവും വെക്കില്ലെന്ന് തുറന്നു പറഞ്ഞു. അപ്പൊ അതിലെന്താ തെറ്റത്? അയാളുടെ നിലപാട് അങ്ങനെ ആയതുകൊണ്ട് അയാളുടെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് അയാൾ പറഞ്ഞു, അതിലൊരു തെറ്റുമില്ലല്ലോ എന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊതുവേ ഈ ബിൻസ് ഔട്ടായതിനു ശേഷം ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യുന്നോണ്ട് പറയാണ്. അതായത് ബിൻസിയും നമ്മുടെ
ശരത്തും തമ്മിൽ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് തോന്നിയില്ല. പിന്നെ ലൈവിൽ അവസാനം അവരൊരു കോംബോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഇട്ട പോലെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. അത് തോന്നിയില്ല. അപ്പം പക്ഷെ വീടിനകത്തുള്ളവർക്കും അതേ ഫീൽ വന്നിട്ടുള്ളതാണ്. കാരണം നമ്മുടെ രേണു പറയുന്നുണ്ട്, നമ്മുടെ ബിൻസ് ഔട്ടായ സമയത്ത് ശരത്ത് ബിൻസിയായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാരിക പറയുന്നുണ്ട്, നമ്മുടെ ശരത്ത് ഭയങ്കരമായ രീതിയിൽ കരച്ചിലായിരുന്നു, അത് കണ്ടപ്പോ ഷാരിക ഞെട്ടിന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ഇന്നലെ ഞങ്ങളുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരിക, അതായത് ബിൻസിയും ശരത്തും തമ്മിൽ ഇത്രത്തോളം അടുപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾക്കും ഇന്നലെ കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പക്ഷെ ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. എനിക്കത് ശരിയായിട്ട് തോന്നില്ല. പിന്നെ ചില ചെയ്യുന്നതും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഗെയിമാണ്, എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാൻ കോംബോയ്ക്ക് പ്ലാൻ ചെയ്തതാണ്. അല്ല, ഇനി അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ചീപ്പ് ആണെന്ന് പറയാതെ. കഴിഞ്ഞ സീസണിൽ അത് കണക്ക് നടന്നത് ചീറ്റി പോയതാ. വീണ്ടും ഈ സീസണിൽ കൊണ്ടുവന്നത് അത് മോശമാകത്തേ ഉള്ളൂ. എന്തായാലും അതിനു മുമ്പേ പോയത് കാര്യമായി എന്നേ പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചൺ ടീമില് നമ്മുടെ അപ്പാനി വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് കിച്ചൺ ടീമിലോട്ട് കയറാനായിട്ട്. അതായത് അനുവും ടീമും അതിനകത്താണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അപ്പൊ എനിക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും, കുറച്ച് വായിട്ടടിക്കാനും നല്ല ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും നടക്കും എന്നുള്ള രീതിയിൽ അപ്പാനി കയറാം. അത് അപ്പാനി അക്ബറും തമ്മിലുള്ള ഐഡിയ ആണോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം അനുവിനെ പൂട്ടാനുള്ള അക്ബറിന്റെ അപ്പാനിയുടെ ഐഡിയ ആയിരിക്കാം ചിലപ്പോ പ്ലാൻ ചെയ്ത്. ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു നമുക്ക് അടി ഉണ്ടാക്കാൻ ഈ വട്ടം പൊളിക്കാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരികയും ആര്യനും ശരത്തും എല്ലാം കൂടി ഇരുന്ന് പുറത്തിരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തോണ്ടായിരുന്നു. പക്ഷെ ആര്യൻ പ്ലാനിൽ ഇല്ലായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇത് കേറിയത്. ആര്യന്റെ തലയിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണ് ശരത്തും സരിക. അപ്പം ആദിൽ നൂറേനെ കൂടെ നമ്മുടെ കൂട്ടത്തിലാക്കണം, അപ്പൊ ശരത്ത് നമ്മുടെ അനുവിനെ കൂടെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബിന്നിയും പറയുന്നുണ്ട് നമുക്ക് കഴിയുന്നത്ര നമുക്ക് എക്സ്പീരിയൻസ് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അലമ്പുണ്ടാക്കാനും പറ്റിയ സ്ഥലമാണ് കിച്ചൺ എന്നുള്ള രീതിയിൽ ബിന്നിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ ആര്യൻ കുക്കിംഗ് ടീം, വെസൽ ടീം, ബാത്റൂം ക്ലീനിങ്ങും ഒക്കെ ആൾക്കാരെ തെരഞ്ഞെടുക്കാറുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുക്കിംഗ് ടീം അല്ലെങ്കിൽ കുക്കിംഗ് ടീമിൽ ഇരിക്കുന്നവരെ അധികം ആരും ശ്രദ്ധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള വീക്കിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ടീം ഒരു കണ്ടന്റ് ഉള്ള ഏരിയ ആക്കി മാറ്റും ഇവര്. വഴക്ക് അങ്ങോട്ട്, ഇപ്പം കഴിഞ്ഞ വട്ടം രണ ഫാത്തിമ ചെന്ന് അങ്ങോട്ട് ചെന്ന് കൊമ്പ് ഓർത്ത് വഴക്കുണ്ടാക്കുമായിരുന്നു. അനീഷ് ആണെങ്കിലും എല്ലാവരും. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓൾറെഡി ആര്യൻ ഈ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നേ ശരത്ത് പറഞ്ഞത് കൂടുതൽ വഴക്കുണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കണം, അലമ്പാക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവര് കയറിയത്. പക്ഷെ ഈ ക്യാപ്റ്റനൊക്കെ തെരഞ്ഞെടുത്തതിന് ശേഷം ശരത്ത് പറയുന്നുണ്ട് നമുക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് മാനിയായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണാവോ? അല്ല, ഇത് പിന്നീടിട്ട പ്ലാനാ. കാര്യം അനുവിനെ പറ്റി ഒരു അക്ബറും അപ്പാനിയും തമ്മിലുള്ള സംസാരം നടന്നു. അതിനുശേഷം എന്തോ പ്ലാൻ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ കയറിയേക്കുന്നത്. പിന്നെ ഞാൻ ആലോചിക്കണം, ആര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ആര്യന്റെ ക്യാപ്റ്റൻസി ചെയ്ത് അലമ്പ് വന്ന് പ്രശ്നമായി കഴിഞ്ഞാൽ കൂടുതൽ ക്യാപ്റ്റൻ ആ കംപ്ലൈന്റ് വരുന്നത്, പ്രശ്നം വരുന്നത്. അതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യൻ മൈൻഡ് ഗെയിം ഇല്ല ആൾക്ക് കിട്ടുന്ന ഗെയിം ചെയ്യുക എന്നുള്ളൊരു രീതി, അല്ലാതെ ആൾക്കൊരു മൈൻഡ് ഗെയിം ആയിട്ട് ആള് കളിക്കുന്ന പോലെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ബാക്കിയുള്ളവരെയൊക്കെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഈ വട്ടത്ത് കിച്ചൺ ടീമിൽ വന്നിരിക്കുന്നത് അപ്പാനി, അനു, ആദിൽ നൂറ, നെവിനും ഷാരികയുമാണ് കേട്ടോ. അപ്പൊ ഇതില് ക്യാപ്റ്റൻ ആക്കി നമ്മുടെ അപ്പാനിനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാത്റൂമില് രേണു, ഷാനവാസും അനു ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൽ ക്യാപ്റ്റൻ ആയിട്ട് ഷാനവാസിനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വെസൽ ടീം എടുത്തേക്കുന്ന അക്ബർ, ബിന്നി, സൈത്യ, പൊന്നിയലിനാണ്. അതിൽ ക്യാപ്റ്റൻ ആയിട്ട് സൈത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ ക്ലീനിങ് ആയിട്ട് സെലക്ട് ചെയ്ത് അനീഷ്, രേണു, അഭിലാഷിനാണ്. രേണുവിനെയാണ് ക്യാപ്റ്റൻ ആക്കി സെലക്ട് ചെയ്തേക്കുന്നത്. രേണു ഈ ആഴ്ചയെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ കൊള്ളാം. കഴിഞ്ഞ തവണ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മറ്റേ മിഡ് വീക്ക് സസ്പെൻഷൻ വഴി, ഇത്തവണയെങ്കിലും കണ്ടന്റ് കൊടുത്താൽ കൊള്ളാം. അതിനുശേഷം ഇവര് പ്ലാനിങ് ചെയ്യുന്നതാണ് കുക്കിംഗ് ടീം. അതിൽ ശരത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മളായിട്ടൊരു ഒന്നും ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ഒന്നിനുമല്ല, നമ്മളെല്ലാം നല്ല രീതിക്ക് ചെയ്യണം, എല്ലാവരും ഒരു കംപ്ലൈന്റും വരാതെ നല്ല സൂപ്പറായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ടീമായിട്ട് മുമ്പിൽ വരണം. കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കുക. ഫുഡ് കുറയാനോ കൂടാനോ അത് പിന്നീട് ഇല്ലാതായിരിക്കാനോ ഒന്നും പറ്റരുത്. ആ രീതിയിൽ വരണമെന്ന്
അപ്പൊ ഞാൻ ആലോചിച്ചു ഇവർ കുറച്ചു മുമ്പ് ഒരു പ്ലാൻ ചെയ്ത് അടി ഉണ്ടാക്കണം പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ പ്ലാനിങ് ഒക്കെ മാറി. മാത്രമല്ല അനുവിനിട്ട് പണി കൊടുക്കണോന്ന് പറഞ്ഞിട്ട് അനുവും ശരത്തും കൂടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കോർഡിനേഷൻ ആയിട്ട് പ്ലാൻ ചെയ്ത്. ഈ ശരത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോ നമ്മുടെ അനു പറയുന്നുണ്ട് നമുക്ക് ഗ്യാസ് ആർക്കും കൊടുക്കരുത്, ഗ്യാസ് ആർക്കും കൊടുക്കരുത്, അതേപോലെ തന്നെ ചായ കോഫി പലത് അങ്ങനെ ഒന്നും ഇടാൻ നമുക്ക് സമ്മതിക്കാതെ നമ്മുടെ ഗിസിലിനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്നും ഇടാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. അപ്പൊ അതെ 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 നമുക്ക് പനി ചിലപ്പോ ഓർത്ത കാണത്തില്ല ഗിസേലിനെയാ ഉദ്ദേശിച്ചത്. എന്തായാലും അനു മിടിക്കുക, അനു മോശമൊന്നും അല്ല. പിന്നെ അതിനുശേഷം ശൈത്യയും ഗിസേലും തമ്മിലുള്ള ഒരു ടോക്ക് നടക്കുന്നത്. അതായത് ശൈത്യ ഇച്ചിരി രണ്ട് രീതിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അനുവിന്റെ അടുത്ത് ഞാനല്ല അവള് ചെയ്ത തെറ്റ് സഹിതവും പറഞ്ഞിട്ടുണ്ട്, ഗിസേലിന്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഞാനൊന്നിലും ഇല്ല. പക്ഷെ എല്ലാവരും വീഡിയോ വരുമ്പോ ഞാൻ ഉണ്ടെന്ന് കരുതുമല്ലോ, വിചാരിക്കുമല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അവള് വന്ന് പറയുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ അതിൽ അവള് പറയുമ്പോ തിരിഞ്ഞ് വേറെന്തോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒന്നും ശ്രദ്ധിച്ചത് പോലും ഇല്ല, ഇതൊന്നും എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നൊക്കെ പറയുമ്പോ മൊണ്ണകൾ എന്ന് പറഞ്ഞതും പിന്നെ ബോയ് ഫ്രണ്ട് എല്ലാരും ഗിസൽ ചോദിച്ചു എല്ലാരും എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുമ്പോ അപ്പം വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, വീഡിയോയിൽ ബോയ് ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ശൈത്യ വാദിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, ശൈത്യ ഈ വീഡിയോയിൽ കാണിക്കുന്ന ശൈത്യ പറഞ്ഞ ഒരു വാക്ക് കാണിച്ചിട്ടില്ല. കുറെ ഷോ കാണാൻ ആൾക്കാരുണ്ടല്ലോ ഡ്രസ്സ് കൊടുക്കുന്നതിന്. ശൈത്യ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗിസേലിന്റെ അടുത്ത് പോയി ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അനു പറഞ്ഞെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. എന്നിട്ട് അനുവിന്റെ അടുത്ത് വന്നിട്ട് അനു പറഞ്ഞതാണ് ശരിയെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ശൈത്യ കുറച്ചൊന്ന് ഡബിൾ ഗെയിം. അതെ അതെ, ശൈത്യ ഒന്നും അല്ല ഞാൻ ചോദിക്കുന്നത്, ശൈത്യ ഒന്നും പറഞ്ഞിട്ട് പിന്നെ ശൈത്യ അല്ലേ പറഞ്ഞത് ഈ ഡ്രസ്സ് കൊടുക്കുന്ന, ഈ ഡ്രസ്സ് കിട്ടുന്നത്, അതായത് ബാഡ്ജ് കിട്ടി കഴിഞ്ഞാൽ ഡ്രസ്സ് കിട്ടും, അങ്ങനെ കുറെ ആമ്പിള്ളേർക്ക് ഷോ കാണാൻ പറ്റുമല്ലോ എന്ന് ശൈത്യാണ് ആദ്യം ഈ ടോക്ക്, ഇങ്ങനെയുള്ള ടോക്ക് എടുത്തിട്ട്. അതിനുശേഷമാണ് അനുമോള് മൊണ്ണയാണ്, ബോയ് ഫ്രണ്ട് ആണ് എന്നൊക്കെയുള്ള ടോക്ക് വരുന്നത്. അപ്പൊ ശൈത്യ ഇപ്പൊ മലക്കം പറഞ്ഞ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് അനു ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശൈത്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ രണ്ടിടത്ത് നിന്ന് കഴിഞ്ഞാലും ആൾക്കാരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശൈത്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇന്ന് എലക്ഷനിൽ ലാസ്റ്റ് ഔട്ട് ആവും എന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് കയറി വന്നത്. ശൈത്യക്ക് ഇച്ചിരി നല്ല പിള്ള കാണിപ്പുണ്ട്. അതെ, വേറെ ഷോയിലും പോയി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാം ശൈത്യനെ എങ്ങനെയാണ് പോണം. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഗെയിമിനൊരു ഇൻട്രസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ശൈത്യക്ക് ചിലപ്പോ ലോക്കായിട്ട് തോന്നിക്കാണും. പിന്നെ അനുമോളടുത്തും ഒന്നും പറയാൻ വയ്യ, ഇപ്പുറത്തും വന്ന് നിക്കണം, ഇപ്പുറത്തും ഇല്ല. എനിക്ക് അങ്ങനല്ല, എനിക്ക് ലോക്കായതായിട്ടൊന്നും തോന്നില്ല. അനു ഓൾറെഡി പറഞ്ഞല്ലോ നിനക്ക് ആരോടും മിണ്ടണോന്നുള്ള പോയി മിണ്ട, എന്റെ അടുത്ത് നിൽക്കണ്ടെന്ന് പറയുമ്പോഴും ശൈത്യ അങ്ങനല്ല നിന്റെ കൂടെ നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ അനുവിന്റെ അടുത്ത് സംസാരിച്ച് പോയിട്ട്, സേഫ് ഗെയിം അല്ല, എല്ലായിടത്തും പോയി ഒരു ക്ലാരിഫിക്കേഷൻ ഞാനില്ല, അനു ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതെ, അതാകുമ്പോ അകത്ത് സേഫ് ആവും. നോമിനേറ്റ് ചെയ്തില്ല ആരും, വെളിയിൽ പോയാൽ പണി കിട്ടും അറിയാവുന്നതുകൊണ്ട്. വെളിയിലെ കാര്യം ആലോചിക്കുക, വെളിയിലാണ് ആൾക്കാരെ വിലയിരുത്തുന്നത്, വെളിയിലുള്ളവരെല്ലാം കണ്ടോണ്ടിരിക്കുക. മാത്രമല്ല ഇപ്പൊ ലൈവും കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലോട്ട് വരാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഗെയിം കളിക്കുക കേട്ടോ. പിന്നെ ഇതെല്ലാം ഗെയിമാണ്, അവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് ശൈത്യയെ കൂടുതൽ കുറ്റം പറയാനും പറ്റൂല. അവരുള്ളടത്ത് ഒരു പ്രീതി നേടി നിൽക്കുക എന്നുള്ളതാണ് ശൈത്യ ഗെയിമിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ഗെയിം അല്ലേ, അവരത് കളിച്ചോട്ടെ. ഇത് ഒരിക്കലും നമ്മള് പുറത്തെ സ്വഭാവം ഇതാണ് എന്ന് കരുതി നമ്മൾ നിൽക്കരുത്. കാരണം ഇതൊക്കെ ഗെയിമാണ്. അവർ ഗെയിമിന് വേണ്ടി അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തോ അവിടെ ചെയ്യുമെന്ന് മാത്രം കരുതിയാൽ മതി. പിന്നെ അതോടുകൂടി നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ നാളത്തെ പ്രമോ ആണ് കേട്ടോ കാണിച്ചത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിച്ചണിലാണ് അടി പൊട്ടിയിരിക്കുന്നത്. അത് ആരുമല്ല, നമ്മൾ വിചാരിച്ചത് അപ്പാനിയും അനു ആണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. രണ ഫാത്തിമയും അനുവായിട്ടാണ്. എനിക്ക് തോന്നുന്നു രണ ഫാത്തിമ ഈ ഇടയ്ക്ക് കണ്ടന്റ് ഉണ്ട്, ആകെ കണ്ടന്റ് വരുന്നതെന്ന് പറഞ്ഞ് കിച്ചൺ ടീമിൽ വന്നിട്ട് ഒന്നെങ്കിൽ വിശക്കുന്നു പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ ഒരു അടി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. കുറെ എന്തൊക്കെയോ കോപ്രായം കാണിക്കുക. രണ ഫാത്തിമയ്ക്ക് ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല സേഫ് ഗെയിം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. രണ ഫാത്തിമയൊക്കെ വന്ന ടൈമിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എന്താണ് ആ കാണിക്കുന്നതെന്ന് പോലും മനസ്സിലാവും. അതായത് രണ ഫാത്തിമ ഒരു വഴക്കിട്ടാൽ തന്നെയും പോയിന്റ് അല്ല പറയുന്നത്, എന്തൊക്കെയോ ആക്ഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുക. അത് ചില ഗസ്റ്റർ തന്നെ ചിലർക്ക് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആവുന്ന രീതിയിലാണ് രണ കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ട്രിഗർ ആവും. അത് എന്നിട്ട് ചോദിക്കും, പ്രൊമോയിൽ ചോദിക്കുന്നു ട്രിഗർ ആയോ. നീ കോപ്രായം കാണിച്ചതിന് ആരാ ട്രിഗർ ആവാത്തത്?
അല്ലേ പിന്നെ പിന്നെ അനുവും കുറച്ച് വാക്കുകളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുവിനും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കരച്ചിലൊക്കെ ഒന്ന് ഒതുക്കിയാലേ കാര്യമുള്ളൂ. കാരണം പുറത്തൊക്കെ കമന്റ്സിൽ നിറയെ വരുന്നുണ്ട് ഡ്രാമയാണ് ഈ കരച്ചിൽ, ഇത്രയും കരയേണ്ട, ഓവർ ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുവിനും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സേഫ് ഗെയിമേഴ്സ് ഒക്കെ കുറച്ചൊന്ന് ഗെയിം കളിച്ചാൽ കൊള്ളാം. എന്തായാലും നമുക്ക് കണ്ടും നോക്കി അറിയാം. പിന്നെ നാളത്തെ ഇനിയിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ നോമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണൂല. പിന്നെ ഇനിയിപ്പോ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ വീക്ക്ലി ടാസ്കും കാര്യങ്ങളും കാണും, പണിപ്പുര ടാസ്ക് കാണും. ഇനി അതൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ പിന്നെ പിന്നെ വേറൊന്നുണ്ട്. ഇപ്പൊ ഈ നോമിനേഷനിൽ എന്തായാലും ഈ സേഫ് ഗെയിമേഴ്സ് വരാൻ ചാൻസ് ഭയങ്കര പാടാ. അപ്പൊ ഈ സേഫ് ഗെയിമേഴ്സ് വന്നില്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് മുൻകൈ എടുത്ത് എങ്ങനെയെങ്കിലും ഈ സേഫ് ഗെയിമേഴ്സിന്റെ നോമിനേഷൻ ഒരാളെങ്കിൽ ഒരാൾ നോമിനേഷനെ കൊണ്ടുവരുന്ന എന്തെങ്കിലും ടാസ്ക് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക, ഓപ്പോസിറ്റ് ടീം ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് തന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സേഫ് ഗെയിമേഴ്സ് ആദ്യം പോകും. അത് അല്ലാതെ കാരണം ഒണിയലിനാണെങ്കിലും ഷാരികയ്ക്കാണെങ്കിലും ഭയങ്കര രീതിയിൽ നെഗറ്റീവാണ് കമന്റ്സ് മൊത്തം. ഇവരെ എന്തിനാണ് കൊണ്ടുവന്നത്, ഇവരെ അവിടെ തന്നെ ഇരുത്തിയാൽ പോരായിരുന്നു, വന്നിട്ടും പോയിട്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒണിയലിന്റെയും ഷാരികയുടെയും ഒക്കെ ഓട്ടോയിലുള്ള വിലക്കം കണ്ട എന്തോ മാസമായിട്ട് എന്തോ ഭയങ്കര സംഭവമായിട്ട് വരുന്ന രീതിയിലാണ് അവർ വന്നത്. ഇനിയെങ്കിലും ഗെയിം കളിച്ച് നല്ല രീതിയിൽ നിന്നില്ലെങ്കിൽ പണിയാണ്. പിന്നെ ഒണിയലിനോട് പറയാനുള്ള കുറച്ചൊക്കെ ഗിസലിനെ സപ്പോർട്ട് ചെയ്യും, ഒരു മയൊക്കെ വേണം. അതെ, അല്ല തിരിച്ച് ആ ഒരു മൈൻഡ് പോലും തരുന്നില്ല. അപ്പൊ കുറച്ച് നമ്മൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഗെയിം കളിക്കാനാണല്ലോ വന്നത്, പുറത്തൊന്നും ആവാലോ, ലവും കാര്യങ്ങളും ഒക്കെ. പിന്നെ ലവ് ഓക്കെ ആണ് പോവാം, പക്ഷെ നോക്കി കളിക്കാതെ ഗെയിമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു ആവറേജ് എന്നല്ല, കഴിഞ്ഞ ആഴ്ച മാലപ്പടക്കമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വട്ടം ആ പടക്കം ചീറ്റിപ്പോയി. കാരണം നമ്മളൊക്കെ ഫസ്റ്റ് 2 വീക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചു, ഓ ഭയങ്കരമാണ് ഈ വട്ടം മാസമാണ് വീക്കെൻഡ് എന്നൊക്കെ വിചാരിച്ചത്. ഇത് കഴിഞ്ഞ സീസണിലെ പോലെ ഭയങ്കര സേഫ് ആയിട്ട് ഭയങ്കര മോളെ ചക്കരയെന്നൊക്കെ വിളിച്ചിട്ടുള്ള രീതിയിൽ അങ്ങ് പോയി. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുന്നത് പറഞ്ഞാൽ ആ റൂള് ബ്രേക്ക് ചെയ്തതിനും ആ എഫ് വേർഡ് വിളിച്ചതിനും പിന്നെ അനുവിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, കൊല്ലും പിടിക്കുക, അത് നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോമിനേഷൻ കിട്ടുക. എന്നിട്ട് അത് ചെയ്യേണ്ടായിരുന്നു, അത് ചെയ്തില്ല, അതാണ് പറ്റിയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആഴ്ചയിലെയും അതേപോലെ തന്നെ ഈ ഇന്നത്തെ എപ്പിസോഡും. അപ്പോൾ അതേപോലെ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.